പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മറിയമേ നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ. മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്നേഹിത, നീ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നത്? യേശുനാഥൻ ചോദിക്കുകയാണ്. സ്നേഹിത, നീ എന്തിനാണ് ഇവിടെ വന്നത്? യൂദാസിനോട് ഗെത്സമനീ തോട്ടത്തിൽ യേശുനാഥൻ ചോദിക്കുകയാണ്. നമ്മളിന്ന് യേശുവിൻ്റെ പെസഹ മുതൽ കുരിശുമരണം വരെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 31 മുതൽ 49 വരെയുള്ള തിരുവചനം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശു അവരോട് പറഞ്ഞു, ഈ രാത്രി നിങ്ങൾ എല്ലാവരും എന്നിൽ ഇടറും. ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും. യേശു പറയുന്നു, ഈ രാത്രി, അതായത് പെസഹ ആദ്യം നമ്മൾ കണ്ടത് ഫസ്റ്റ് ഡേ, പെസഹ കഴിഞ്ഞ് ആ രാത്രി നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് ഇടരും. ആടുകളെ അടിക്കും, അവർ ചിതറിപ്പോകും, എല്ലാവരും വിട്ടുപോകും. ആടുകൾ എന്ന് പറയുന്നത് ശിഷ്യന്മാരെ യേശുനാഥൻ. എല്ലാവരും ഓടിപ്പോകും. യേശു എല്ലാം കാണുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്നാൽ ഞാൻ ഉയർപ്പിക്കപ്പെട്ട ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകും. യേശുനാഥൻ കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം യേശുനാഥൻ ഉയർത്തെഴുന്നേറ്റു. പിതാവ് ഉയർത്തുമെന്ന് പറഞ്ഞു. ആർക്കും തടയാൻ സാധിക്കില്ല. എന്നാൽ യഹൂദ പടയാളികൾ അവൻ ഉയർത്തെഴുന്നേക്കരുതെന്ന് പറഞ്ഞ് വലിയൊരു കല്ലൊക്കെ ഉരുട്ടി വെച്ച് കാവൽ നിൽക്കും. എന്തു തന്നെ വെച്ചാലും ശരി, ദൈവമായ കർത്താവിനെ തടഞ്ഞു നിർത്താനോ ആർക്കും സാധിക്കില്ല. അവൻ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച മനുഷ്യ മക്കൾക്ക് ആഹാരവും ജലവും തന്ന് തീറ്റിപ്പോറ്റുന്ന ദൈവമായ കർത്താവാണ്. അവൻ്റെ മുമ്പിൽ ജാതി മതഭേദമില്ല. എല്ലാ മനുഷ്യരും, സ്ത്രീ പുരുഷൻ, അതാണ് അവൻ നോക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു, എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ ഇടറുകയില്ല. പത്രോസ് പറയുന്നു, എല്ലാവരും നിന്നെ വിട്ടുപോയാലും ഞാൻ വിട്ടുപോകില്ല. ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് നിന്റെ പുറകെ തന്നെ ഞാൻ നിൽക്കും. ഞാൻ ഒരിക്കലും പോയില്ല. ആരൊക്കെ 11 ശിഷ്യന്മാർ പോയാലും ഞാൻ പോകില്ലെന്ന് ഉറപ്പിച്ച് പറയും. എന്നാൽ യേശുവിനെ അറിയാം ഇവനാരാണ്. യേശുവിനെ അറിയാം. പത്രോസേ, നീ ആരാണെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. 34-ാം വാക്യം. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. യേശു അവിടെ സത്യം ചെയ്യും. സത്യത്തിന് ഒരുപാട് വിലയുണ്ട്. അങ്ങനെ ഇങ്ങനെയൊന്നും യേശുനാഥൻ സത്യം പറയില്ല നമ്മളെപ്പോലെ. യേശുനാഥൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വിലയുണ്ട്. അത് വള്ളി പുള്ളി മാറുകയില്ല. ഞാൻ നിന്നോട് പറയുന്നു, ഈ രാത്രി കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിച്ച് പറയും. യേശു ഒരു ഉപമ പറയുന്നു. കോഴീനെ എടുത്തിട്ട് യേശുനാഥൻ, വെളുപ്പിന് കോഴി കൂകും അല്ലേ? നേരം വെളുക്കേണ്ട സമയം കറക്റ്റ് 3 മണി 4 മണി ഈ സമയത്തൊക്കെ പൂവൻ കോഴി കൂകും. യേശു പറയുന്നു, ആ കോഴി കൂകുന്നതിന് മുൻപ് നീ എന്നെ തള്ളിപ്പറഞ്ഞിരിക്കും. അത് അവൻ്റെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്യും. അപ്പൊ യേശുവിനെ വെളുപ്പാങ്കാലത്താണ് ഗെത്സമനീ തോട്ടത്തിൽ യഹൂദന്മാര് ബന്ധിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് പത്രോസ് യേശുനാഥനെ തള്ളി പറയുന്നത്. ഹല്ലേലൂയ.
പത്രോസ് പറഞ്ഞു, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. അതൊക്കെ വെറും വാക്കാ. അവൻ ഓടിപ്പോവും, നിഷേധിച്ച് അവൻ ആണിയിട്ട് തള്ളിപ്പറയും. അവന് പേടിയായിപ്പോയി യഹൂദന്മാരെ. അവനെയും ഇതുപോലെ കൊണ്ടുപോകുന്ന കരുതി അവൻ പറയണത് നോക്കിക്കോട്ടെ താഴോട്ട് വരുമ്പോൾ. ഹല്ലേലൂയ. നിഷേധിക്കുകയില്ല. ഇങ്ങനെ തന്നെ മറ്റെല്ലാ ശിഷ്യന്മാരും പറഞ്ഞു. എപ്പോഴാണ് പറയണത്? യേശു അവരോട് പറഞ്ഞു, ഈ രാത്രി നിങ്ങൾ എല്ലാവരും എന്നിൽ ഇടറും. ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും. എൻ്റെ ആടുകൾ, എൻ്റെ കുഞ്ഞാടുകൾ എല്ലാം ചിതറിപ്പോകും. അപ്പം 12 ശിഷ്യന്മാരും പറഞ്ഞു, ആരിടറിയാലും ഞാൻ പോകില്ലെന്ന് പത്രോസ് പറഞ്ഞു. മറ്റുള്ള എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷെ യേശു അവരെ വിശ്വസിക്കുന്നില്ല. ഹല്ലേലൂയ. മറ്റേ ശിഷ്യന്മാരെല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞു. 36 വാക്യം. അനന്തരം യേശു അവരോടൊത്ത് ഗത്സമനി എന്ന സ്ഥലത്തെത്തി. അവിടെയാണ് യേശുനാഥൻ ദിവസവും പ്രാർത്ഥിക്കാനായിട്ട് വരുന്നത്. ഗത്സമനി തോട്ടത്തിൽ. അത് യൂദാസിനെ ആ സ്ഥലം അറിയായിരുന്നു. പക്ഷെ അത് എപ്പോൾ വരും, എപ്പോൾ പോകുമെന്നുള്ളത് അവനറിയില്ല. പക്ഷേ പെസഹ ഭക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അവനറിയാം ഇന്ന് രാത്രി മുഴുവനും ഒരുപക്ഷെ ഈ ഗത്സമനി തോട്ടത്തിൽ യേശുനാഥനുണ്ടാവും. പോകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് അവൻ അവിടെ തന്നെ യഹൂദ പടയാളികളുമായിട്ട് ചുംബിക്കാൻ വരുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക. യേശു പറയുന്നു, ഞാൻ പോയി പാറ ദൂരെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പോവുകയാണ് പിതാവിനോട്. എന്തെല്ലാം പ്രാർത്ഥിക്കാൻ മോളെ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറണമേ എന്ന് യേശുനാഥൻ രക്തക്കണ്ണീര് ഒഴുക്കി വേർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി പാറമേൽ വീഴാൻ പോവുകയാണ്. ശിഷ്യന്മാരോട് പറയുന്നത്, ഇരുന്ന് പ്രാർത്ഥിക്കുക, ഞാനൊന്ന് പോയി പ്രാർത്ഥിച്ചു വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് യേശു കല്ലേറ് ദൂരം പോകുകയാണ്. അവൻ പത്രോസിനെയും സെബദിയുടെ പുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി. അവൻ ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. ഹല്ലേലൂയ. വല്ലാത്ത വേദന യേശുനാഥൻ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന പോലെ അല്ല യേശുനാഥൻ കാണുന്നത്. യേശുവിൻ്റെ ശരീരത്തിൽ ഉഴുതും മറിയാൻ പോയിരുന്നത്. എന്താ അവൻ ചെയ്യാൻ പോണെന്നുള്ളതൊക്കെ യേശുവിന് നന്നായിട്ട് അറിയാം. 1, ആ വേദന മുഴുവനും സഹിക്കണം. 2, അപമാനം. 2, അവർ എന്തൊക്കെയാണ് പറയാൻ പോണെന്നുള്ളതൊക്കെ യേശുവിന് നന്നായിട്ടറിയാം. യേശു മൗനം പാലിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അവൻ അവരോട് പറഞ്ഞു, വളരെയധികം ദുഃഖത്താൽ എൻ്റെ മരണത്തോളം എത്തിയിരിക്കുന്നു. അന്നതയും വേദനയോടെ സ്വസ്ഥനായി എൻ്റെ ഹൃദയം മരണത്തോളം എത്തിയിരിക്കുന്നു. ശിഷ്യന്മാരോട് പറയും ഇതിലെ വേദനയോടെ. പക്ഷെ അവർക്കൊന്നും അത് മനസ്സിലാകുന്നില്ല എന്താണ് തോന്നുന്നത്. നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. യേശു പറയും. യേശു ദൈനികമായിട്ട് പറയുന്നു, നിങ്ങൾ എന്നോടൊപ്പം ഉണർന്നിരിക്കുക. 1 മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടി പിതാവിനോട്. ഹല്ലേലൂയ. ഇതാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വരേണ്ടത്. ആരെങ്കിലും പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. യേശു ആവശ്യപ്പെടുന്നതുണ്ട്. അവൻ ദൈവമായിട്ട് പോലും അവൻ പറയുന്നു, എനിക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ആവശ്യമുണ്ട് അതിൻ്റെ. പക്ഷെ ആവശ്യമുണ്ട്. യേശുനാഥൻ പറയുന്നത് എനിക്ക് വേണ്ടി 1 മണിക്കൂർ നേരം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു. വേദനയോടെ യേശുനാഥനെ മുട്ടുകുത്താനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല.
യേശുനാഥൻ്റെ ഹൃദയം തളർന്നു പോയി. അവനങ്ങാട് കമന്ന് കിടന്നു. പാറമേലായിരിക്കും, പാറ ദൂരം പോയിരിക്കുന്നു. ആ പാറമേൽ കമന്ന് കിടന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രങ്ങളിൽ നിന്നും അകന്നു പോകട്ടെ. വീണ്ടും യേശുനാഥൻ പറയുന്നത്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. എന്തൊരു ധൈര്യമായ പ്രാർത്ഥനയല്ലേ. പക്ഷെ പിതാവ് ഒന്നും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? നമ്മുടെ എല്ലാം പാപ പരിഹാര ബലിയാകാൻ പോവുകയെന്നൊക്കെ പറഞ്ഞ യേശുനാഥൻ. ഇന്ന് യേശുനാഥൻ സ്വർഗീയ പിതാവ് ഏകപുത്രനെ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് വേദന ഏറ്റ് കുരിശിൽ മരിച്ച് കുർബാനയായിട്ട് മാറാൻ പോകുന്ന സമയമാണ്. ഹല്ലേലൂയ. കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, സാധിക്കുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ, അകന്നു പോകട്ടെ. യേശു പറയും, അകന്നു പോകട്ടെ. പക്ഷെ പിതാവ് സമ്മതിക്കുന്നില്ല, പിതാവ് കൊണ്ടുന്നില്ല. പക്ഷെ അവിടെ നിന്നൊരു ദൂതനെ അയച്ച് പുത്രനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എങ്കിലും എൻ്റെ ഗീതം പോലെയല്ല, അവിടുത്തെ ഗീതം പോലെ ആകട്ടെ. യേശുവിൻ്റെ വളരെയധികം മനോഹരമായ പ്രാർത്ഥന. വേണ്ട, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. ഇതായിരിക്കണം നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലും ഓരോ പ്രാർത്ഥനയിലും നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് തരുന്നില്ലെങ്കിൽ പള്ളികടി മുറിവുറുപ്പായിട്ട് നമ്മൾ ദേവാലയത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നടന്നില്ലല്ലോ, കിട്ടിയില്ലല്ലോ, ജയിച്ചില്ലല്ലോ, ആ ജോലി കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് പിറുവിറുപ്പ് തോന്നും. പക്ഷെ കർത്താവായ ദൈവം അത് എല്ലാം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അവിടുന്ന് തരുന്നുണ്ടെങ്കിൽ അത് നല്ലതേ തരുള്ളൂ. അല്പം കഷ്ടതയിലൂടെ നമ്മളെ കടത്തിക്കൊണ്ട് പോയാലും നമ്മൾക്ക് തരുന്നത് അതിമനോഹരമായതായി തരുന്നു. നാളൊരിക്കൽ ഒരു സഹോദരി ഇങ്ങനെയാണ് പറഞ്ഞത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 10-20 പേര് ഒരു യൂറോപ്പ് കൺട്രിയിലേക്ക് പോകാൻ പോയി. അപ്പം ഇവള് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ഇവളും പ്രാർത്ഥിച്ചു, അവൾക്കും വിസ വന്നു. പക്ഷെ മെഡിക്കലിൽ അവൾ ഫെയിലായി. അങ്ങനെ അവൾ തിരിച്ചു വന്ന വീട്ടിൽ അവൾ തീർന്നു പോയി. എല്ലാവരും പോയി, ഞാൻ മാത്രം പോയില്ല. എന്തൊരു ഗതിയായി പോയി എന്നൊക്കെ ഇങ്ങനെ ഇവള് ഭർത്താവിനോട് എണ്ണിപ്പിറകി പ്രാർത്ഥിക്കുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കൂട്ടുകാരികൾ വിളിച്ചിട്ട് പറഞ്ഞ്, ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റുന്നില്ല, വിസയിൽ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വിടാൻ പോയിരുന്നു. അല്ല, ഈ മകളെ കർത്താവ് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് അവൾ പറയണത്, എന്താ ഞാൻ അന്ന് പോയിരുന്നെങ്കിലും ഞാൻ പിറുപിറുത്തു. അല്ല, കർത്താവ് എല്ലാം കാണുന്നു, അറിയുന്നു, നല്ലത് മാത്രമേ അവൻ വഴിയൊരുക്കുകയുള്ളൂ. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, കർത്താവിന് 1-ാം സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യക്തി, അവൻ്റെ വഴിയിലൂടെ നടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരാപത്തും വരാൻ നമ്മുടെ അപ്പൻ സമ്മതിക്കില്ല. അവൻ അവിടെ തടഞ്ഞു നിർത്തും. നമ്മളത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശു ആരാധന. 40-ാം വാക്യം. അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. കണ്ട, അനന്തരം അവൻ കമന്ന് കിടന്ന് പ്രാർത്ഥിച്ചിട്ട് ശിഷ്യന്മാരുടെ അടുത്തേക്ക് പറയുന്നു. ഇവർ പ്രാർത്ഥിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുകയാണോ, ചിരിച്ചുകൊണ്ടിരിക്കുകയാണോ? വന്ന് നോക്കിയപ്പോഴെന്താ സംഭവിച്ചിരുന്നത്? ഹല്ലേലൂയ. അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവർ കിടന്നുറങ്ങിക്കളഞ്ഞു. അവൻ്റെ വാക്ക് അവർ കേട്ടില്ല. അവനെന്താ പറഞ്ഞത്? നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കരുത്, ഞാൻ വരുന്നോടം വരെ. അവരപ്പം തന്നെ അവിടെ കിടന്നങ്ങോട്ട് ഉറങ്ങിക്കളഞ്ഞു. കാരണം അവരുടെ കണ്ണുകൾ വളരെയധികം ഉറക്കത്തിൽ നിദ്രയിലായിപ്പോയി. യേശുനാഥൻ പറയണതൊന്നും ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം യേശുനാഥൻ പറഞ്ഞില്ലേ, നിങ്ങളെല്ലാവരും എന്നെ വിട്ടുപോകും, എൻ്റെ ആടുകളെല്ലാം ചിതറിപ്പോകും എന്ന് യേശുനാഥൻ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഉറങ്ങുന്നത് കണ്ട്
അവൻ പത്രോസിനോട് ചോദിച്ചു. പത്രോസ് ആരാണ്? യേശുനാഥനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ശിഷ്യനാണ്. അവനും കിടന്നുറങ്ങിപ്പോയി. അപ്പം ഇനി അടുത്തത് എന്തായിരിക്കും അവൻ? അത് നമുക്ക് കാണാം. എന്നോട് കൂടെ 1 മണിക്കൂർ, യേശുനാഥൻ പറയുന്നു, 1 മണിക്കൂർ ഉണർന്നിരുന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലേ? യേശുനാഥൻ അധികമൊന്നും സംസാരിക്കുന്നില്ല, അധികമൊന്നും ആവശ്യപ്പെടുന്നില്ല. 1 മണിക്കൂർ, 1 മണിക്കൂർ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു. ഈ കൃപാസന ഗ്രൂപ്പിൽ 70 സഹോദരന്മാരുണ്ട്. വളരെ ചുരുക്കം പേര് മാത്രമേ ജപമാല ചൊല്ലി സമർപ്പിക്കുന്നുള്ളൂ. കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 1 മണിക്കൂർ എന്നോടൊപ്പം പ്രാർത്ഥിച്ചൂടെ? കർത്താവ് വന്ന് നോക്കുന്നതുണ്ട. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് യേശു തമ്പുരാൻ വന്ന് എത്തി നോക്കും. നീ പ്രാർത്ഥിക്കുന്നുണ്ടാവും, സമർപ്പണമില്ല. അത് അവിടത്തേക്ക് അമ്മയ്ക്ക് കിട്ടില്ല. അമ്മ അവനിൽ നിന്നും പുറത്തു വന്നു. ഞാൻ പറയും, ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നുണ്ട്, കിട്ടുന്നുണ്ട്. മണ്ണാൻ കട്ടേന് കിട്ടില്ല, ഒരിക്കലുമില്ല. അത് ദശാംശമായിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലും. പിതാവിനെ നീ അറിയോ? പിതാവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ കിട്ടുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? അവിടുത്തെ ഓമനക്കുട്ടനായ യേശുനാഥനെയും അവൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തെയും നമുക്ക് തന്നിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്, അവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പിതാവിനോട് ചോദിച്ചാലും ഒന്നും തെറ്റില്ല, പിതാവ് തിരിക്കും. അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാം നോയമ്പിനെ പറ്റി ചിന്തിക്കണം. 1 മാസത്തെ നോയമ്പാണ് അവർ. ഉമിനീര് ഇറക്കില്ല, മുഖം കഴുകില്ല, വെള്ളം അകത്ത് പോകുമെന്ന് പറഞ്ഞാൽ അത്ര കൃത്യമായിട്ടുള്ള നോയമ്പാണ് അവരുടെ നോയമ്പ്. പരിശുദ്ധമായ നോയമ്പാണ്. പക്ഷേ ആ 1 മാസം കഴിയുമ്പോഴും അവരോട് ചോദിച്ചു നോക്കിയാൽ എന്ത് അനുഭവമാണ് ഉണ്ടായത്? അവർ പറയും, പിതാവ് കാണുന്നുണ്ടെന്ന്. പിതാവ് കാണുന്നുണ്ടെന്ന് അവർ പറയും. പക്ഷേ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, ഒന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? പിതാവ് ഒരാളുടെയും അടുത്തേക്ക് വരികയില്ല. പിതാവിനെ കാണാനും പറ്റില്ല, കണ്ടാൽ മരിച്ചു. അത്ര ശക്തി, അത്ര പ്രകാശമാണ് സ്വർഗീയ പിതാവ്. നമ്മൾ കാണാനോ നോക്കാനോ നമുക്ക് സാധിക്കില്ല. പുത്രനെ കാണാൻ പുത്രൻ വരും. എൻ്റെ ഏകപുത്രനായ യേശുനാഥൻ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നിന്റെ അടുക്കിലേക്ക് വരും. 1 മാസം നീ ഉപവാസം എടുത്ത് 40 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു ശിശുവായി, പുത്രനായി മാറും. കർത്താവ് നീ പറയുന്നത് പോലെ അത് സംഭവിച്ചിരിക്കും. അത്ര ശക്തിയാണ് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ഓരോ വാക്കുകളും. ഹല്ലേലൂയ. എന്നിട്ട് യേശു പറയുന്നു, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും. പ്രലോഭനത്തിൽ ഉൾപ്പെടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. എന്താ? ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് കർത്താവ് വന്ന് നോക്കുമ്പോൾ പ്രാർത്ഥന സമർപ്പിച്ച് കഴിയുമ്പോൾ കർത്താവിന് അത് കിട്ടിയിരിക്കും. എടുക്കുമ്പോഴേ കിട്ടുള്ളൂ, എടുക്കാതെ കിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. മുട്ടുവിൻ, തുറക്കപ്പെടും. മുട്ടാതെ തുറന്ന് കിട്ടട്ടെ കിട്ടുമോ? ഇല്ല, തുറന്ന് കിട്ടില്ല. അവിടെ പോയി മുട്ടണം. കർത്താവേ, കർത്താവേ, ഇതാ ഞാൻ സമർപ്പിക്കുന്നു, നിൻ്റെ അമ്മയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു. നിന്നെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തിയ പരിശുദ്ധ മറിയത്തിൻ്റെ കാൽക്കൽ ഞാൻ ഈ ജപമാല സമർപ്പിക്കുന്നു, കരുണക്കൊന്ത സമർപ്പിക്കുന്നു. അമ്മേ, അമ്മേ, പുത്രനോട് പറഞ്ഞിട്ട് അവൻ പറയണത് എൻ്റെ ഭവനത്തിൽ ചെയ്യണമേന്ന്, എൻ്റെ ശരീരത്തിൽ ചെയ്യണമേന്ന് പറയുമ്പോൾ നിൻ്റെ രോഗപീഠകൾ തപ്പിച്ചാരമായി കളയുക. യേശുനാഥൻ അമ്മയുടെ വാക്ക് കേട്ടിട്ട് ഇറങ്ങി വരും. കുടുംബത്തിലേക്ക്, നിന്റെ ശരീരത്തിലേക്ക് അവൻ ഇറങ്ങി വരും. ഇത് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് സന്നിധമാണെങ്കിലും ശരീരം ബലഹീനമാണ്. കർത്താവ് പറയണണ്ട, ശരീരം ആത്മാവും
സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനത. സമർപ്പണമില്ലാത്ത സഹോദര സഹോദരി, നിന്റെ ശരീരം ബലഹീനതമാണ്, ബന്ധനത്തിലാണ്. ആ ബന്ധനം പൊട്ടിക്കണം. ജെറിക്കോ മതിൽ ഉടയണം. അത് ഉടയണമെങ്കിൽ അമ്മ വരണം, സമർപ്പിച്ചാലേ നിന്റെ അരികിലേക്ക് അമ്മ കടന്നു വരുള്ളൂ. അതിൻ്റെ ഒരു ഉദാഹരണം നമ്മുടെ കണ്ണുകൊണ്ട് ഈ ലോകം മുഴുവൻ കാണുന്നുണ്ട്. കൃപാസന ആലപ്പുഴ ജോസഫ് അച്ഛൻ്റെ അടുത്തുള്ള അമ്മ, ഇറങ്ങി വന്ന അമ്മയും 30 വർഷം 20 വർഷം പ്രാർത്ഥന സമർപ്പിച്ചിട്ട് വലുത് നേടിയ. അവിടെ പോയി ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ 3 മാസം 2 മാസം അതിനപ്പുറം പോകില്ല. പിന്നെയും നടന്നില്ലെങ്കിൽ അച്ഛനെ കണ്ടാൽ അച്ഛൻ പറയും, ഡേറ്റ് ഇടാൻ പറയും. ഡേറ്റ് ഇട്ട് ചെയ്യുമ്പോഴത്തേനാണ് സമയം നടന്നിരിക്കും. അതെന്താണ്? ക്യാൻസർ രോഗം കരിഞ്ഞ് ചാമ്പലായി പോകുന്നു. നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇരിക്കുക, അങ്ങനെ കടന്നൊക്കെ പോകുമ്പോഴത്തേനും നിന്റെ മൂക്കിൽ പഞ്ഞി വയ്ക്കാനേ നിന്റെ കുടുംബക്കാരുണ്ടാവുള്ളൂ. അവിടെ പോയി പ്രാർത്ഥിച്ച് ഉടമ്പടി എടുക്കുമ്പോൾ ക്യാൻസർ വന്ന വഴി അറിയില്ല, ശരീരത്തിൽ ബ്ലോക്ക് ഉള്ളത് അറിയില്ല, അത് മാറിപ്പോവും. അതെങ്ങനെ പോയി? അമ്മ പറഞ്ഞിട്ട് കിട്ടിയതാണ്. അമ്മയുടെ അടുത്ത് പോയി ഉടമ്പടി എടുത്തപ്പോൾ അത് കിട്ടി. ആ അമ്മയാണ് ഈ കൃപാസന ഉടമ്പടി അമ്മ. ആ അമ്മയുടെ നാമത്തിലാണ് നമ്മൾ പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കുന്നത്. ഹല്ലേലൂയ. 2ാം പ്രാവശ്യവും അവൻ പോയി പ്രാർത്ഥിച്ചു. എൻ്റെ പിതാവേ. 2ാം പ്രാവശ്യവും പുത്രൻ പോയി അപ്പന് സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. നമ്മളിത് മനസ്സിലാക്കണം. പിതാവ് മുണ്ടണില്ല, പുത്രനോട് മുണ്ടുന്നില്ല. എന്തുകൊണ്ടാണ്? പുത്രനെ നമുക്ക് ബലിയായി തരാൻ പോയി, കുർബാനയായി അവൻ്റെ ശരീരവും രക്തവും നമ്മുടെ നാവിലേക്ക് തന്ന് നമ്മുടെ ശരീരം കത്തി ജ്വലിക്കാൻ പോകാൻ. രോഗപീഠങ്ങളെല്ലാം വിശുദ്ധിയോടെ അവൻ്റെ ശരീരവും രക്തം ഭക്ഷിക്കുമ്പോൾ അത് വിട്ടുമറിക്കും, കരിഞ്ഞു പോകും. ഹല്ലേലൂയ. പിതാവേ, ഞാൻ കുടിക്കാതെ കടന്നു പോകില്ലെങ്കിൽ അങ്ങയുടെ ഗീതം നിറവേറട്ടെ. ഈ പാനപാത്രം ഞാൻ കുടിക്കാതെ എന്നിൽ നിന്നും കടന്നു പോകണമെന്ന് കാൽക്കൽ വീണ് കെഞ്ചിയിട്ട് പോലും പിതാവ് അംഗീകരിക്കുന്നില്ല, പുത്രൻ്റെ വാക്ക് കേൾക്കുന്നില്ല. യേശുവേ നന്ദി. അവൻ വീണ്ടും വന്നപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. ഇതാണ് നമ്മുടെ കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ അപകടം. വീണ്ടും വന്നു യേശുനാഥൻ. എന്താ ചെയ്യണമെന്നോ? അപ്പോൾ അവരുടെ കണ്ണുകൾ നിദ്രമുള്ളവരായിരുന്നു. അവൻ അവരെ വിട്ട് 3ാം പ്രാവശ്യവും പോയി. എന്താ? 3ാം പ്രാവശ്യവും പോയി. പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും പോയി ഉണർന്നിരുന്നു. 1 മണിക്കൂറെങ്കിലും എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട്, എൻ്റെ മക്കളെ എന്ന് പറഞ്ഞിട്ട് അവൻ 3ാം പ്രാവശ്യവും അവരിൽ നിന്നും പോയി അതേ പ്രാർത്ഥന ആവർത്തിച്ചു പിതാവിനോട്. പിതാവിൻ്റെ ഏകപുത്രനായ യേശുനാഥൻ 3 പ്രാവശ്യം പിതാവിനോട് ചോദിച്ചിട്ട് പിതാവ് അംഗീകരിക്കുന്നില്ല. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴും ഉറങ്ങി വിശ്രമിക്കുന്നുവോ? യേശുനാഥൻ വന്നിട്ട് ചോദിക്കുന്നത്, നിങ്ങൾ ഇപ്പോഴും ഉറങ്ങി വിശ്രമിക്കുകയാണല്ലേ? ഇതാ സമയം അടുത്തിരിക്കുന്നു. യേശുനാഥൻ പറയും, ഇതാ സമയം അടുത്തിരിക്കുന്നു. ഇതാണ് ഓരോ കുടുംബത്തിലെയും ഗതി. പ്രാർത്ഥനയില്ല, കുടുംബ പ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, ജപമാലയില്ല, തിന്നാ കുടിക്കുക ഉറങ്ങാം. ഇതാ സമയം അടുത്തിരിക്കുന്നു. മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. യേശു പറയും, എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. കർത്താവ് പറയും ശിഷ്യന്മാരോട്, മതി ഉറങ്ങിയത്, എഴുന്നേറ്റുകൊള്ളുക, എന്നെ പിടിക്കാൻ ഇതാ വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. യേശു പറയുന്നു, ചുംബനത്താൽ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തി. യൂദാസ് ഇപ്പോൾ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ ഒറ്റയ്ക്കാണോ?
ഇല്ല. അവൻ്റെ കൂടെ ഒരു 4000-5000 പിശാചാത്മാക്കൾ ജോലിക്കുന്നുണ്ട്. അതെല്ലാം കൂടെ കൂടി വന്നിരിക്കുകയാണ്. എന്നിട്ട് അവൻ വന്ന് ചെയ്യണ പരിപാടി എന്താണെന്ന് നോക്കിക്കോളാം. 3 വർഷം യേശുനാഥൻ്റെ കൂടെ നടന്ന ശിഷ്യനാണ്. അവനോട് കൂടെ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും അടുക്കൽ നിന്നും വാളും വടിയുമായി ഒരു ജനക്കൂട്ടവും വന്നിരുന്നു. വാളും വടിയും കത്തിയും യേശുനാഥനെ പിടിക്കാൻ വേണ്ടി വന്നൊക്കെയാണ്. ഏതാണ്ട് വലിയ ഒരു തീവ്രവാദികളെ പിടിക്കണ പോലെ, ഒരു ഗുണ്ടയെ പിടിക്കണ പോലെ വന്നിരിക്കുകയാണ്. യേശുനാഥൻ ഒരു പാവമാണ്. കൈ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ വലിച്ചിട്ട് തന്നെ ഞങ്ങൾ പൊക്കോളും യേശുനാഥൻ. അതല്ല ഇത്രയും ഇതൊക്കെ ആയിട്ട് വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. യേശുനാഥനോട് പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഒറ്റുകാരന്മാർക്ക് ഒരു അടയാളം നൽകിയിരുന്നു. അവർക്ക് ഒരു അടയാളം ഇവൻ പറഞ്ഞിരുന്നു. എന്നിട്ട് ഇവൻ പൈസ മേടിക്കുകയും ചെയ്തു. 30 നാണയങ്ങൾ മേടിച്ചിട്ട് ഇവൻ പറഞ്ഞ്, ഞാൻ നിങ്ങൾക്ക് ഒരു അടയാളം തന്നിരിക്കുന്നു. എന്താണ് ആ അടയാളം? അവൻ്റെ വായിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ. യുദാസ് പറയുന്നു, ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ, അവനെ പിടിച്ചു കൊള്ളുക. അവൻ ഓർഡർ കൊടുക്കുകയാണ് പുരോഹിതന്മാർക്ക്. ഹല്ലേലൂയ. അവൻ പെട്ടെന്ന് യേശുവിൻ്റെ അടുത്ത് ചെന്നു. കാരണം അവനെ നയിക്കുന്നത് സാത്താനാണ്. അപ്പോൾ അവനെന്തും ചെയ്യും. സാത്താൻ എന്തും ചെയ്യാം. സാത്താൻ നോട്ടിട്ട് വെച്ചിരിക്കുകയാണ് യേശുനാഥനെ പല വിധത്തിലും, അല്ലേ? ഈ പ്രാവശ്യം അവൻ്റെ കയ്യിൽ പെടണം എന്ന് കരുതി അവൻ സാത്താനോട് കൂടിയാണ് അവൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ വന്നുകൊണ്ട് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോളൂ. സാത്താനും നന്നായിട്ട് വചനം അറിയാം, മനുഷ്യനും അറിയാം. അവൻ പറയുന്നു, ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു കവിളിൽ. കഠിന ഹൃദയമായെങ്കിൽ മാത്രമേ ഒരു അപ്പനെയൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ജീവൻ തന്നെ നമ്മുടെ അപ്പനാണ്. ഹല്ലേലൂയ. യേശു അവനോട് ചോദിച്ചു, സ്നേഹിത, നീ എന്തിനാണ് വന്നത്? ആ ചോദ്യം നോക്കി. സ്നേഹിത, നീ എന്തിനാണ് ഇവിടെ വന്നത്? യേശു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വെച്ച് ചെയ്യുമെന്ന്. ചുംബിക്കുമെന്നൊന്നും അറിഞ്ഞില്ല, ഒറ്റ കൊടുക്കുമെന്നറിയാം. പക്ഷെ ഇങ്ങനെ വന്നിട്ട് ചുംബനവുമായിട്ട് വന്നിട്ട് വന്ന് യേശുവിൻ്റെ ആ മനോഭാവം, ആ വേദന അവനോട് ചോദിക്കുന്നു, സ്നേഹിത, നീ എന്തിനാണ് ഇവിടെ വന്നത്? അപ്പോൾ അവർ പെട്ടെന്ന് വന്ന് യേശുവിനെ പിടിച്ചു. പെട്ടെന്ന് വന്ന് യേശുവിനെ ബന്ധിച്ചു. ഹല്ലേലൂയ. പരിശുദ്ധ പരമാധികാരിക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് 3-ാം ദിവസമാണ് കർത്താവിൻ്റെ പെസഹ കുരിശുമരണം നമ്മൾ ധ്യാനിക്കുന്നത്. ബാക്കി ഭാഗം നാളെ ഇരിക്കും. ഹല്ലേലൂയ. ആവേ മറിയ.